ഞാവൽ പഴത്തിന്റെ ഗുണങ്ങൾ. വിദേശ പഴങ്ങൾക്ക് പിറകെ നമ്മൾ നെട്ടോട്ടമോടുമ്പോൾ നമ്മുടെ നാടൻ പഴങ്ങളെ മറക്കാതിരിക്കാൻ ഒരു തിരിഞ്ഞുനോട്ടം നല്ലതാണ്. പണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടായിരുന്നതും ഇപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു പഴമാണ് ഞാവൽ. ഒരു നിത്യഹരിത വൃക്ഷമാണിത്. വളരെയധികം ഔഷധമൂല്യങ്ങളുള്ള വൃക്ഷമാണ് ഞാവൽ. ആയുർവേദത്തിൽ നിരവധി ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നു. ജാംപുൽ, ഞാറ എന്നൊക്കെ അറിയപ്പെടുന്നുമുണ്ട്. മിർട്ടേസി സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്നു ഞാവൽ. ഇന്ത്യൻ ഉപഭൂഖണ്ഡം ജംബൂദ്വീപ് എന്നറിയപ്പെടാൻ കാരണം ഇവിടെ സമൃദ്ധമായി ഉണ്ടായിരുന്ന ഞാവലായിരുന്നത്രേ. ഹിമാലയത്തിന് തെക്കാണ് ഞാവലിന്റെ ജന്മദേശം. അവിടങ്ങളിൽ അവ വ്യാപകമായി കൃഷി ചെയ്തുവരുന്നു. ഏഷ്യയിൽ നിന്നുമാണ് ഞാവൽ ആഫ്രിക്കയിലെത്തിയത്. ഇന്ന് ഞാവൽ മധ്യരേഖാ പ്രദേശങ്ങളിലാകെ വളർത്തുന്നു. ജാവയിലും ഫ്ലോറിഡയിലും കൃഷി ചെയ്യുന്നുണ്ട്. പോർച്ചുഗീസ് കോളനിവൽക്കരണ കാലത്ത് ഇന്ത്യയിൽ നിന്നുമാണ് ബ്രസീലിലേക്ക് ഞാവൽ കൊണ്ടുപോയത്. പെട്ടെന്നു തന്നെ പല പക്ഷികളുടെയും പ്രിയപ്പെട്ട ഭക്ഷണമായി മാറിയ ഞാവൽ പലയിടത്തും വിതരണം ചെയ്യപ്പെട്ടു. ഞാവൽപ്പഴം എന്ന് കേട്ടാൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് അതിന്റെ നിറമാണ്. അത് കഴിച്ചുകഴിഞ്ഞാൽ വായും ചുണ്ടും നീല കലർന്ന കറുപ്പ് നിറമാകും എന്ന ഒറ്റ ദോഷം മാത്രമേ ഞാവൽപ്പഴത്തിനുള്ളൂ. ബാക്കി 99 ഗുണങ്ങളാണ് ഉള്ളത്. അലങ്കാരവൃക്ഷമായി നടുമ്പോൾ 12 മുതൽ 16 മീറ്റർ വരെ അകലവും, കാറ്റിനെ തടയുന്ന ആവശ്യത്തിന് നടുമ്പോൾ 6 മീറ്റർ അകലവും അഭികാമ്യമാണ്. വളരെ വേഗം വളരുന്ന ഒരു വൃക്ഷമാണ് ഞാവൽ. 2 വർഷം കൊണ്ടുതന്നെ 4 മീറ്റർ ഉയരം വയ്ക്കും. 4 വർഷമാകുമ്പോൾ പൂത്തു തുടങ്ങും. മരം മുറിച്ച കുറ്റികളിൽ നിന്നും നന്നായി വളർന്നുവരും. 30ഓളം പുതുശാഖകൾ കുറ്റികളിൽ നിന്നു വളർന്നുവരാം. മിക്കതിനും നല്ല കരുത്തുമുണ്ടാകും. കളമാറ്റുന്നത് വളർച്ചയ്ക്ക് നല്ലതാണ്. ചെറുപ്പത്തിൽ തണൽ ഇഷ്ടമാണ്. പഴത്തിൽ നിന്നും ലഭിക്കുന്ന ഉടൻ കായ്കൾ നടുന്നതാണ് ഉത്തമം. ആയുർവേദത്തിൽ നിരവധി ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നു. യുജീനിയ ജംബോലനം എന്നതാണ് ശാസ്ത്രനാമം. വായപ്പുണ്ണിനും തൊണ്ണപ്പഴുപ്പിനും തൊലി കഷായം വെച്ച് കവിൾക്കൊള്ളുന്നത് നല്ലതാണ്. അസുഖം ഒരാഴ്ച കൊണ്ട് മാറും. ഞാവൽ മരത്തിന്റെ ഇലയും തൊലിയും പഴങ്ങളും കുരുവും എല്ലാം തന്നെ ഔഷധഗുണങ്ങളുടെ കലവറയാണ്. തീപ്പൊള്ളലിന് 100% വിശ്വാസയോഗ്യമായ ദിവ്യ ഔഷധമാണ് ഞാവലിന്റെ ഇല. പൊള്ളലേറ്റ ഉടനെ ഞാവലിന്റെ പച്ചയില പറിച്ച് തിളച്ച വെള്ളത്തിൽ 2 മിനിറ്റ് ഇട്ടുവെച്ച് ഇലയെടുത്ത് വെള്ളം തുടച്ചു കളഞ്ഞ് ഓരോന്നായി അടുപ്പിച്ച് പൊള്ളിയ ഭാഗത്ത് പതിച്ചു വയ്ക്കുക. ഇതിനുശേഷം വൃത്തിയുള്ള തുണികൊണ്ട് ബാൻഡേജ് ചെയ്യുക. 1 മണിക്കൂറിനുള്ളിൽ എത്ര കടുത്ത വേദനയുണ്ടെങ്കിലും മാറും. 12 മണിക്കൂർ കഴിഞ്ഞാൽ കെട്ടഴിച്ച് വീണ്ടും ആദ്യത്തേതുപോലെ പുതിയ ഇലകൾ പതിച്ച് ബാൻഡേജ് ചെയ്യണം. ഇങ്ങനെ ഓരോ 12 മണിക്കൂർ കൂടുമ്പോഴും ചെയ്യുക. ഇലകൾ ഒരു കാരണവശാലും പൊള്ളലിൽ ഒട്ടിപ്പിടിക്കുകയില്ല. പൊള്ളൽ എത്ര പഴുതഴുകിയതായാലും ശരി, ഒരാഴ്ചത്തെ ചികിത്സ കൊണ്ട് വ്രണം ശുദ്ധിയായി തവിട്ടു നിറമാകാൻ തുടങ്ങും. വ്രണത്തിന്റെ 4 വശത്തു നിന്നും പുതിയ ത്വക്ക് വളരാൻ തുടങ്ങും. വ്രണം ഉണങ്ങും. അതുവരേക്കും മേൽവിവരിച്ച ചികിത്സ തുടരുകയും വേണം. ഈ ചികിത്സ ആർക്കും ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ പ്രമേഹത്തിന് സിദ്ധൌഷധിയാണ് ഞാവലിന്റെ കുരു. എത്ര കടുത്ത അവസ്ഥയിലുള്ള പ്രമേഹമായാലും ചുരുങ്ങിയ ദിവസം കൊണ്ട് നിയന്ത്രണ വിധേയമാക്കാം. തുടർച്ചയായ ചികിത്സ കൊണ്ട് പ്രമേഹം നോർമലാക്കി ജീവിതം സുഗമമാക്കി മുന്നോട്ടു കൊണ്ടുപോകാം. ഞാവലിന്റെ കുരു ഉണക്കിപ്പൊടിച്ച് 10 ഗ്രെയിൻ തൂക്കം 1 ഔൺസ് ശുദ്ധജലത്തിൽ കലക്കി ദിവസം 3 നേരം ഭക്ഷണത്തിനു മുൻപ് സേവിക്കുക. അതോടൊപ്പം ഭക്ഷണ നിയന്ത്രണവും പാലിക്കുക. ഞാവൽക്കുരുവിന്റെ ടിഞ്ചർ രൂപത്തിലുള്ള തയ്യാറിപ്പും വിപണിയിൽ ലഭ്യമാണ്. പാർശ്വഫലങ്ങളില്ലാതെ പ്രമേഹം നിയന്ത്രിക്കാൻ ഞാവൽക്കുരുവിനോളം കഴിവ് മറ്റൊരു ഔഷധത്തിനും ഇല്ലെന്നു തന്നെ പറയാം. പ്രമേഹ രോഗികൾക്ക് ദേഹമാസകലമുണ്ടാകുന്ന ചെറിയ ഉണലുകൾ പോലുള്ള കുരുക്കൾ, മാറാത്ത വ്രണങ്ങൾ എന്നിവയെ സുഖപ്പെടുത്താനും ഈ ഔഷധം അത്യുത്തമമാണ്. മാർച്ച് ഏപ്രിലാണ് ഞാവൽ പൂക്കുന്നത്. സുഗന്ധം വമിക്കുന്ന ചെറിയ പൂക്കൾ. കായ്കൾ മൂത്തുപഴുത്താൽ ചുവപ്പ് കലർന്ന കറുപ്പായി മാറും. ആരും ഇഷ്ടപ്പെടുന്ന ഭക്ഷ്യയോഗ്യമായ പഴമാണ് ഞാവൽപ്പഴം. മധുരം, പുളി, ചവർപ്പ് ഇവ ചേർന്ന സമ്മിശ്ര സ്വാദ്. നാവിൽ നിറം പിടിപ്പിക്കും. അങ്ങനെയൊരു തകരാറുണ്ടെന്ന് മാത്രം. ഞാവലിന്റെ കൂട്ടത്തിൽ വെളുത്ത പഴങ്ങളുണ്ടാകുന്ന ഒരു തരമുണ്ട്. ഈ ഇനത്തിന് വെഞ്ഞാവൽ എന്ന് പറയും. പഴത്തിൽ വൈറ്റമിൻ എയും സിയും സമൃദ്ധിയായുണ്ട്. പ്രോട്ടീൻ, ഫോസ്ഫറസ്, കാൽസ്യം, ഫൈബർ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. വൈനും വിനാഗിരിയും ഉണ്ടാക്കാൻ ഞാവൽപ്പഴം ഉപയോഗിക്കും. കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുന്ന ഈ കാലത്ത് ശരീരത്തിന് ദോഷഫലങ്ങളില്ലാത്തതും കീടനാശിനി ശല്യമില്ലാത്ത പ്രകൃതിയുടെ വരദാനമായ ഞാവൽ തൊടിയിൽ വെച്ചുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്.